പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള സഫറിങ്സ് നാം ഫേസ് ചെയ്യേണ്ടി വരും. പല വിധത്തിലുള്ള ലോസ്, നഷ്ടങ്ങൾ നാം ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുഃഖം, ഒരു സോറോ പണ്ടുണ്ടായതാണെങ്കിലും ഇപ്പോൾ ഉണ്ടതാണെങ്കിലും അതോർത്ത് വിലപിക്കുന്ന അനേകരെ നമുക്ക് ചുറ്റും ഇന്നും കാണാം. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഹാർഡ് ഡേയ്സിൽ, അതായത് കട്ടിയായ വേദനയുള്ള ഖനീഭവിച്ച ദിവസങ്ങളിൽ നമുക്ക് ആശ്വാസം തരുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമേ ഉള്ളൂ. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തിരുവചനത്തിന് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയും. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ. യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവിൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ. അവൻ്റെ ദാസനായ ഇസ്രയേലിൻ്റെ സന്താനമേ, അവൻ്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ. അങ്ങനെ വിളിച്ചിട്ട് പരിശുദ്ധാത്മാവ് 13-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുക, അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. ദൈവമക്കളെ, നാം ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ വളരെ ക്ഷീണിതരായിരിക്കും. കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീനെന്നാണ് പറയുന്നത്. I have fought for hope and lost, chased peace and found no rest. അങ്ങനെ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അതായത് സമാധാനം അന്വേഷിച്ച് തേടി നടന്നു, പക്ഷേ ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. പ്രത്യാശയ്ക്കായിട്ട് കാത്തിരുന്നു, പക്ഷേ ചുറ്റിപ്പുടരുന്നത് ഇപ്പോൾ എന്തുവാ? നിരാശയാണ്. എന്നാലും ദൈവപൈതലേ, ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ഉള്ളിലൊരു അല്പം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നീ കടന്നു പോകുന്ന സംഗതികളൊക്കെ നിനക്കൊന്ന് എൻഡ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കോൾ ഓൺ ദ ലോർഡ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ വലിയ ശക്തി, നമ്മുടെ ചിന്തയ്ക്കപ്പുറമായ അതീതമായ ശക്തി ഉള്ള ദൈവം നമ്മെ സഹായിക്കും. യേശു കർത്താവ് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചതാണ്. അവൻ ക്ഷീണം അനുഭവിച്ചറിഞ്ഞതാണ്, പീഡ അനുഭവിച്ചറിഞ്ഞതാണ്, ദുഃഖം അനുഭവിച്ചറിഞ്ഞതാണ്. തൻ്റെയും ജീവിതത്തിലെ ഇരുണ്ട മണിക്കൂറിൽ താൻ തൻ്റെ പിതാവിനെ വിളിച്ചപേക്ഷിച്ചു. സാധാരണ ഒരു മനുഷ്യൻ്റെ ദുഃഖം കർത്താവിന് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ശക്തി കർത്താവിന് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഡിവൈൻ സ്ട്രെങ്ത് ലഭിക്കാൻ തക്കവണ്ണം നമ്മെ തന്നെ അവൻ്റെ കാര്യങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുമോ? നീ സ്വന്തമായിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ബേർഡൻസ് എല്ലാം കൂടെ വഹിച്ചുകൊണ്ട് നടക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്താണ് ദൈവത്തിൻ്റെ മനസ്സിൽ നനച്ചിരിക്കുന്നത്, വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത് നിനക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൻ്റെ ആ മൃദുത്വമുള്ള ആ സാന്നിധ്യമുണ്ടല്ലോ, പ്രാർത്ഥനയിൽ കൂടി നിനക്ക് അനുഭവിക്കാൻ പറ്റും. നീ എപ്പോൾ ക്ഷീണിതയാകുമോ ആ സമയത്ത് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുക. ദൈവത്തിൻ്റെ ആ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് അവൻ നിനക്ക് തരും. പലതും നിനക്ക് അവിശ്വസനീയമായി നിൻ്റെ ജീവിതത്തിൽ നിനക്ക് തോന്നിയാലും പുറകോട്ട് നിന്ന് തിരിഞ്ഞു നോക്കിക്കേ. നീ ബലഹീനയായിരുന്നപ്പോൾ അവൻ നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ബലപ്പെടുത്തിയില്ലേ? നീ ഭയപ്പെട്ടിരുന്നപ്പോൾ നിൻ്റെ അടുത്ത് വന്ന് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞില്ലേ? നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സീസൺസിലും അവൻ്റെ സഹായം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ഇന്നും നിലനിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവനാണ് നമ്മുടെ പാറ, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് ആ ദൈവത്തെ പൂർണ്ണമായിട്ട് പിൻപറ്റുവാൻ, ആശ്രയിപ്പാൻ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുമോ? സങ്കീർത്തനം 38:9. സാം
38:9. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, എൻ്റെ ആഗ്രഹം ഒക്കെയും നിൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നുമില്ല. ദൈവത്തിലെ നിൻ്റെ ഞരക്കം നിൻ്റെ ചുറ്റുമുള്ളവർ, നിൻ്റെ കൂടെ കിടക്കുന്ന നിൻ്റെ കൂട്ടാളി പോലും മനസ്സിലാക്കിയില്ല എന്നിരിക്കും. എന്നാൽ നിന്നെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, അനാദികാലം മുതൽ നിന്നെ കണ്ടവനുണ്ടല്ലോ, നിന്നെ അറിയുന്നവനാ, നിൻ്റെ വികാരങ്ങളെ അറിയുന്നവനാ, നിൻ്റെ ഞരക്കങ്ങളെ കേൾക്കുന്നവനാ. പ്രൈസ് ഗോഡ്. എഫേസ്യർ 1 അതിൻ്റെ 4 വാക്യം ഇങ്ങനെ പറയുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 1:4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. നിൻ്റെ ഹൃദയത്തിൻ്റെ മൂലയ്ക്കുള്ള ആ കോർണറിലുള്ള ആ മുറിവുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, അത് ദൈവം കാണുന്നുണ്ട്. നിനക്ക് നിന്നെ തന്നെ മുഴുവനായി ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പറ്റുമോ? നിൻ്റെ ആത്മാവ്, നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ്, നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തേ. പ്രൈസ് ഗോഡ്. നിൻ്റെ കഷ്ടതയിൽ, നിൻ്റെ സഫറിങ്സിൽ നീ ഒന്നുകൂടെ കഴിഞ്ഞ കാലങ്ങളെ കഴിഞ്ഞ് ഒന്നുകൂടെ ദൈവത്തോട് അടുത്ത് വരണം. അവൻ നിൻ്റെ സൃഷ്ടാവാണ് അല്ലേ? അവൻ നിൻ്റെ പിതാവാണ് അല്ലേ? അവൻ നിൻ്റെ മണവാളനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3 അതിൻ്റെ 29 വാക്യം ഇങ്ങനെ പറയുന്നു: മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എന്ത് വേദന വന്നാലും നിൻ്റെ സഫറിങ്സിനെ ഓർത്ത് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്തതെന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ? എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് പറയാറുണ്ട് അല്ലേ? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ ഒന്ന് കേട്ടെ. നമ്മുടെ മേൽ വീണിരിക്കുന്ന പീഡയുണ്ടല്ലോ, നമ്മുടെ മേൽ വീണിരിക്കുന്ന ആ ക്ലേശമുണ്ടല്ലോ, അതുമൂലം നാം അനുഭവിക്കുന്ന ആ ദണ്ഡമുണ്ടല്ലോ, നമുക്കത് കർത്താവിനോട് ചോദിക്കാം. ഒരു നല്ല പിതാവ് എങ്ങനെ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ നമ്മുടെ പിതാവിൻ്റെയും ഹൃദയം നാം സഫർ ചെയ്യുന്നത് കാണുമ്പോൾ പൊട്ടിത്തകർന്നുകൊണ്ടായിരിക്കുന്നത്. എപ്പോഴും അവൻ നമ്മുടെ വേദന പെട്ടെന്നങ്ങ് മാറ്റത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ധൈര്യത്തോടുകൂടി അവൻ്റെ കരങ്ങളിൽ നമ്മുടെ സകലത്തെയും സമർപ്പിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രത്യാശയും അവനെ അറിയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹോളി സ്പിരിറ്റ് നമ്മിൽ പ്രവർത്തിക്കും. എന്നിട്ട് ഏത് കാര്യത്തിൻ്റെയും ആ ഹെവിനെസ്, ആ ഭാരമുണ്ടല്ലോ, അവൻ ചുമന്ന് വളരെ ലൈറ്റാക്കി നമുക്ക് തരും. ചിലപ്പോൾ കുഞ്ഞെ നീ ഭയപ്പെടുകയായിരിക്കും, ചിലപ്പോൾ നിനക്കൊരു അൺസർട്ടനിറ്റി നീ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, നീ വിശ്വാസത്തോടെ ചില പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പാട്ടൊക്കെ നിൻ്റെ ചെവിക്ക് കർണരസകമായി തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെങ്കിൽ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാശ്വാസമുണ്ടോ? ഞാൻ പറയട്ടെ, ഗോഡ് ഹിയേഴ്സ് യു ബിലവഡ്. അവൻ നിന്നെ കേൾക്കുന്നുണ്ട്. ഹീ ഈസ് വിത്ത് യു. അവൻ നിൻ്റെ കൂടെ ഉണ്ട്. നിന്നെ സഹായിപ്പാൻ അവൻ ഒരുക്കം തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. 1 കൊരിന്ത്യർ 2 അതിൻ്റെ 11-12 വാക്യങ്ങൾ. 1 Corinthians chapter 2 verses 11 and 12 ഇങ്ങനെ പറയുന്നു: മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രൈസ് ഗോഡ്. തുടർമാനമായിട്ട് ഗ്രീഫ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് വേദനയാവും. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റത്തില്ലായിരിക്കും. എന്തുകൊണ്ടാണെന്നും എത്ര നാൾ ഞാനിത് സഹിക്കേണ്ടി വരുമെന്നും ഈ സിറ്റുവേഷൻ അൺകൺട്രോളബിൾ ആണല്ലോ എന്നോർത്തുള്ള ഭാരത്തെക്കുറിച്ചൊന്നും വിവരിക്കാൻ ദൈവത്തിലെ നിനക്ക് കഴിയാതെ പോകും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ കാര്യത്തിനും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ദൈവം ഒരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. ദ ലോർഡ് ഈസ് ഔട്ട്സൈഡ് ഓഫ് ടൈം. അവൻ്റെ വഴികൾ നമ്മുടെ വഴികളെ കഴിഞ്ഞും വലുതാണ്. അവൻ്റെ വിചാരം
നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുതാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവൻ നമുക്ക് വേണ്ടി കാര്യങ്ങളെ നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയണം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കർത്താവെ, അവരെൻ്റെ അടുക്കൽ വരട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ സമയം